വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികളുടെ മാനസികാരോഗ്യം. അതുപോലെ കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ. ഇപ്പം നമ്മുടെ കുട്ടികൾ വളരെ ടാലൻറ്റഡാണ്. എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾ ടാലൻറ്റഡാണ്. അവർ ജനിക്കുന്നത് തന്നെ ഒരുപാട് ടാലൻറ്റ്സോടുകൂടി, ഒരുപാട് കഴിവുകൾ അവർക്ക് അന്തർലീനമായിട്ടുണ്ട്. പക്ഷേ അവർക്ക് അത്തരത്തിൽ അവരുടെ കഴിവുകൾ പഠിപ്പിക്കാനും അവരുടെ വളർച്ചയും വികാസവും ഒക്കെയും പ്രശ്നരഹിതമായി മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം നമുക്ക് ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിന് വളർന്നു വരുന്ന കുഞ്ഞിന് ആവശ്യമുള്ള പോഷകാഹാരം കൊടുക്കുക, ശരിയായ ആരോഗ്യശീലങ്ങൾ അവരിൽ ഉണ്ടാക്കിയെടുക്കുക, ശാരീരിക ആരോഗ്യവും മാനസികാരോഗ്യവും ഉള്ള ഒരു ഉത്തമ പൗരനായിട്ട് ഈ കുട്ടിയെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോൾ നമുക്കറിയാം, സ്കൂളുകളുടെ ബോധന നിലവാരം, സ്കൂളുകളുടെ കരിക്കുലറായിട്ടുള്ള ആക്ടിവിറ്റി, പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ മറുവശത്ത് പാഠ്യേതര പ്രവർത്തനങ്ങൾ. അപ്പോൾ കുട്ടികൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ സർഗ്ഗശേഷി വർദ്ധിപ്പിക്കുന്നതിനും കലാകായിക രംഗത്തുള്ള അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെയുള്ള അപ്പോൾ അങ്ങനെയുള്ള ഇടപെടൽ കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൂടി നൽകണം. അതുപോലെ കുട്ടികൾക്ക് ഒരുപാട് എനർജി ഉണ്ട്. അപ്പോൾ അവരുടെ എനർജിയൊക്കെ ഉയർന്ന ക്ലാസ്സുകളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ നാഷണൽ സർവീസ് സ്കീം, അതുപോലെ NCC, ഇങ്ങനെയൊക്കെയുള്ള സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ അവരെ ഏർപ്പെടുത്തുക എന്നുള്ള വളരെ ചിന്താപരിഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാടും ചില സമയത്തെങ്കിലും ചില സ്ഥലങ്ങളിലും പ്രതികൂലമായി മാറുന്നു. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നോക്കുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത ഉണ്ട്. അപ്പോൾ ഒരു തലമുറ മുൻപ് നമ്മൾ ചിന്തിച്ചാൽ ചെറുപ്പക്കാർ ഇത്തരം ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പ്രായമെന്ന് പറയുന്നത് ഇന്ന് വളരെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ അവരെ എക്സ്പോസ് ചെയ്യുന്നു. അപ്പം പലതരത്തിലുള്ള മാഫിയ സംഘങ്ങളൊക്കെ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ പുകവലി, പലപ്പോഴും ഈ പുകവലിയെ കാണുന്നത് ഒരു ഗേറ്റ് വേ പദാർത്ഥമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇപ്പോൾ പുകവലി എന്നുള്ള ശീലത്തിലേക്ക് കുട്ടികൾ പോകുന്നു. അതുപോലെ മദ്യം ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് കുട്ടികൾ പോകുന്നു. മറ്റ് ലഹരി പദാർത്ഥങ്ങൾ, ഇപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തെ ലഹരി പദാർത്ഥങ്ങൾ MDMA പോലെയുള്ള മറ്റ് രാസലഹരി പദാർത്ഥങ്ങളൊക്കെ നമ്മുടെ ചുറ്റും ലഭ്യമാണ്. ഇപ്പോൾ കഞ്ചാവ് വളരെയേറെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു പദാർത്ഥമാണ്, ലഹരി പദാർത്ഥമാണ് കഞ്ചാവ്. അപ്പം പുകയില ഉൽപ്പന്നങ്ങൾ, അത് ചവയ്ക്കുന്ന രൂപത്തിലാണെങ്കിലും സ്മോക്ക് ചെയ്യുന്ന രൂപത്തിലാണെങ്കിലുമുള്ള പുകയില ഉൽപ്പന്നങ്ങൾ, മദ്യം, കഞ്ചാവ് പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ, പിന്നെ സ്റ്റിമുലൻ്റായിട്ട് ഉപയോഗിക്കുന്ന ചില പദാർത്ഥങ്ങളുണ്ട്, ഉത്തേജകങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളുണ്ട്, ഓപ്പിയോയിഡ് ഡ്രഗ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന പദാർത്ഥങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റും ലഭ്യമാണ്. അപ്പോൾ അതൊക്കെയും വിതരണം ചെയ്യുന്നതിനുള്ള ശൃംഖലകളും വളരെ ശക്തമായിരുന്നു. അപ്പോൾ ഒരു വശത്ത് വളരെ നിയമപരമായ മാർഗങ്ങളിലൂടെ കർശനമായ നിയന്ത്രണങ്ങൾ ഗവൺമെൻറ് വയ്ക്കുമ്പോൾ തന്നെ ഇതെല്ലാം കണ്ടെത്തുന്നതിനുള്ള ഒരു നെറ്റ്വർക്ക് സ്ട്രോങ് ആക്കുമ്പോൾ തന്നെ മറുവശത്ത് ഇതൊക്കെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായി ന്യൂ സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസസ്, പുതിയ തലമുറയിലെ ലഹരി പദാർത്ഥങ്ങൾ ലഭ്യമാക്കുന്നതിന് ഇൻ്റർനെറ്റ് സേവനങ്ങൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഇതിനെതിരെയൊക്കെ നമ്മുടെ രക്ഷകർത്താക്കൾ ജാഗ്രതയോടെ ഇരിക്കണം. അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രമാക്കി, കോളേജുകൾ കേന്ദ്രമാക്കിയുള്ള ജാഗ്രതാ സമിതികളുണ്ടാവണം. പൊതുജനങ്ങൾക്ക് ഇതിനകത്ത് വലിയ പങ്ക് വഹിക്കാനുണ്ട്. മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട്. തീർച്ചയായും നമ്മുടെ കുട്ടികൾ അവരുടെ എല്ലാതരം കഴിവുകളോടും കൂടി വളരാനും വിജയിക്കാനും ഒക്കെയുള്ള അവരുടെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് കാണിക്കാനൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം. ഇങ്ങനെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെയൊക്കെ പിടിയിലകപ്പെടാതിരിക്കാനുള്ള വലിയ ജാഗ്രത നമ്മൾ സമൂഹം പുലർത്തേണ്ടതുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും പല സൗഹൃദങ്ങൾക്കും വശംവദരായിട്ടാണ് ഇതിലൊക്കെ പോകുന്നതെന്നാണ് കാണുന്നത്. പിയർ ഗ്രൂപ്പ് പ്രഷർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് കൂട്ടുകാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാകട്ടെ, ആ സൗഹൃദങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തിലേക്കും മറ്റും കുട്ടികളെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. അപ്പം ആ കുട്ടികളും ആ ഒരു ജാഗ്രത പുലർത്തണം. നമ്മളെപ്പോഴും ഗവൺമെൻറ് പറയുന്ന ഒരു കാര്യം, സേ നോ ടു ഡ്രഗ്സ്. ഒട്ടേറെ പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ ജീവിതം തന്നെ ഒരു ലഹരിയാവട്ടെ, ജീവിതത്തെ ആസ്വദിക്കാൻ ശ്രമിക്കുക, ജീവിതം പൂർണ്ണമായ തോതിൽ ജീവിക്കാനും
ജീവിതം ധന്യമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കാഴ്ചപ്പാടാണ് ചെറുപ്പക്കാർക്ക് ഉണ്ടാകേണ്ടത്. തീർച്ചയായും ഇന്നത്തെ വിദ്യാർത്ഥിയാണ് നാളത്തെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ ആവുന്നത്. നാളത്തെ തലമുറ എന്ന് പറയുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികളാണ്. അപ്പം ഇപ്പോൾ കോവിഡിന് ശേഷം ഒട്ടേറെ മാനസിക സംഘർഷങ്ങൾ വിദ്യാർത്ഥികളിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 300ഓളം ആത്മഹത്യകൾ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നടന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള മാനസിക പ്രയാസങ്ങളുണ്ട്. അപ്പം കുട്ടികൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം സ്കൂളുകളുണ്ടാവണം, വീടുകളുണ്ടാവണം. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ വർദ്ധിപ്പിക്കണം. മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള, വിദ്യാർത്ഥികളും തമ്മിലുള്ള ആശയവിനിമയം വർദ്ധിക്കണം. അതുപോലെ സ്കൂളുകളിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ടുള്ള ആ ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു ഇത് വർദ്ധിപ്പിക്കണം. തീർച്ചയായും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും പരസ്പരം ആശയവിനിമയം നടത്തി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും സമയത്ത് ചില വ്യതിചലനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സമയോചിതമായി ഇടപെടാനും കൂടെയുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചെറിയ പഠനവുമായി ബന്ധപ്പെട്ട പഠന വൈകല്യങ്ങളോ അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ പോലുള്ള അവസ്ഥകളൊക്കെ കുട്ടികളുണ്ടാവാം. പിന്നെ ചില കുട്ടികൾ ജന്മനാ തന്നെയുള്ള ബുദ്ധി കുറവ് അവർക്കുണ്ടാവാം. പിന്നെ ഓട്ടിസം പോലെയുള്ള ചില അവസ്ഥകൾ കടന്നു പോകാം. പിന്നെ ഈ പറഞ്ഞുള്ള കുറച്ച് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ ടെമ്പറാമെൻ്റൽ സ്റ്റേറ്റസുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് വരാം. ചില മൂഡ് വ്യതിയാനങ്ങൾ അവർക്ക് വരാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് പേഴ്സണാലിറ്റി ഫോം ചെയ്തിങ്ങനെ വരുന്ന പേഴ്സണാലിറ്റി ഡിസോർഡറുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പോൾ തീർച്ചയായും ചെറുതും വലുതുമായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കുട്ടികളിലും ഉണ്ടാകാം. അതിന് നമ്മൾ ജാഗ്രതയോടെ ഇരിക്കേണ്ടതുണ്ട്. ഓക്കെ.